ഹലോ ഓൾ, ദിവ്യസി ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ. അപ്പം എന്റെ കൂടെ ഉള്ളത് ഈ സുന്ദരി കുട്ടി എന്റെ അമ്മാവന്റെ മോളുടെ കുട്ടിയാണ്, എന്റെ കസിന്റെ കൊച്ചാണ് കേട്ടോ. അപ്പം ആളുടെ പേര് പറഞ്ഞു കൊടുത്തേ. എന്റെ പേരാണ് അഭിനന്ദന. ഉറക്കെ പറയണം. അഭിനന്ദന. അഭിനന്ദന. എന്ത് വിളിക്കും അഭിനന്ദനൻ എല്ലാരും? എന്നെ വീട്ടില് ഈ ദിവ്യമ്മ വിളിക്കല എന്നെ മീനാക്ഷി എന്നാണ്. മീനൂട്ടി. അപ്പൊ വീട്ടിൽ വിളിക്കണ പൊന്നൂസ്. പൊന്നൂസ്. ഓക്കെ, അപ്പൊ നമുക്ക് താമസിക്കാതെ വീഡിയോയിലോട്ട് വരാം. പിന്നെ ആദ്യം തന്നെ പറയാം, നമ്മള് മീനൂട്ടി ചെറിയ കുട്ടിയാണ്. ഏത് ക്ലാസ്സിലാണ് മീനൂട്ടി പഠിക്കുന്നത്? ഇപ്പൊ 4-7 4 ക്ലാസ്സിലേക്ക് ആയി. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു 9 വയസ്സല്ലേ മീനൂട്ടിക്ക്? 9 വയസ്സേ ഉള്ളൂ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഗെറ്റ് റെഡി എന്ന് പറയുമ്പോൾ നമ്മൾ കുറെ മേക്കപ്പ് പ്രോഡക്ട്സ് ഒക്കെ ഉപയോഗിക്കും. അപ്പൊ ശരിക്കും ഇതുപോലെയുള്ള ചെറിയ കുട്ടികൾക്ക് അങ്ങനത്തെ മേക്കപ്പ് പ്രോഡക്ട്സ് ഒന്നും ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത്. നമ്മൾ ഇട്ട് കൊടുത്താലും നമ്മൾ ഉടനെ തന്നെ അത് റിമൂവ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വളരെ കുറച്ച് നേരത്തേക്ക് മാത്രമാണ്. ആൾക്ക് മേക്കപ്പ് ചെയ്യാൻ വളരെ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് നമ്മൾ ഒരു മേക്കപ്പ് ചെയ്ത് കൊടുക്കുന്നത്. പക്ഷെ നിങ്ങൾ ആരും തന്നെ ചെറിയ കുട്ടികൾക്ക് കഴിവതും മേക്കപ്പ് പ്രോഡക്ട്സ് യൂസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ഇനി അഥവാ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ കുട്ടികൾക്ക് സേഫ് ആയിട്ടുള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അതാണ് ആദ്യം തന്നെ പറയാനുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പൊ ആദ്യം തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു അലോവേര ജെല്ലാണ് കേട്ടോ. ഒരു മോയ്സ്ചറൈസിങ്ങിന് വേണ്ടിയിട്ട് ഒരു അലോവേര ജെല്ലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് ഹിമാലയയുടെ പ്യൂരിഫയിങ് നീം ഫേസ് ജെല്ലാണ് കേട്ടോ. ഓക്കെ, എല്ലാം ഞാൻ വളരെ കുറച്ച് എമൗണ്ട് എടുക്കുന്നുള്ളൂ, കാരണം ഞാൻ പറഞ്ഞല്ലോ ചെറിയ കുട്ടിയാണ്. അപ്പൊ അവരുടെ സ്കിന്നിന് അത് ചിലപ്പം എല്ലാം സ്യൂട്ട് ആവണമെന്നില്ല, അതുകൊണ്ട്. ചേച്ചി ഇത് കണ്ടോണ്ടിരിക്കും. പിന്നെ മീനുട്ടിക്ക് മേക്കപ്പ് ചെയ്യാൻ ഇഷ്ടാണോ? മീനുട്ടി ഇഷ്ടാണോ? നല്ല ഇഷ്ടാണോ? അതെന്തുകൊണ്ടാ ഇത്ര ഇഷ്ടം? അത് മേക്കപ്പ് ചെയ്യുമ്പോ നല്ല സുന്ദരിയാവൂല, അതുകൊണ്ടാ. ഉറക്കം പറയണോ കേട്ടാ. മേക്കപ്പ് ചെയ്യുമ്പോ നല്ല സുന്ദരിയാവോ? ഓക്കെ, ഇനി നമ്മൾ അടുത്തത് ഇടാൻ പോകുന്നത് സൺസ്ക്രീൻ ഒന്നും ഞാനിപ്പോ ഇടുന്നില്ല, കാരണം നമ്മൾ പുറത്തൊന്നും പോകുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ പ്രോഡക്ട്സും വളരെ മിനിമം ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. ഇത് ഒരു ഫൗണ്ടേഷൻ ആണ്. ഇത് എല്ലാം എന്റെ പ്രോഡക്ട്സ് തന്നെയാണ് കേട്ടോ. ഇത് മെബ്ലിൻ സൂപ്പർ സ്റ്റേയുടെ ഒരു ഫൗണ്ടേഷൻ ആണ്. അപ്പം ഇതും വളരെ കുറച്ചൊരു എമൗണ്ടിലാണ് എടുക്കുന്നത്. പിന്നെ മീനൂട്ടിക്ക് മേക്കപ്പിന്റെ ഒന്നും ആവശ്യമില്ല. മീനൂട്ടി ഓൾറെഡി നാച്ചുറൽ ബ്യൂട്ടി ആണ്, അല്ലേ? അല്ലേ? മീനൂട്ടിക്ക് ആര് മേക്കപ്പ് ചെയ്യുന്നതാ ഇഷ്ടം? ദിവ്യ. അമ്മ മേക്കപ്പ് ചെയ്തില്ലേ? ദിവ്യമ്മ മേക്കപ്പ് ചെയ്യുന്ന ഇഷ്ടാണോ? മീനൂട്ടിക്ക് ഏറ്റവും ഇഷ്ടം എന്തിടാനാ? എനിക്ക് ഏറ്റവും ഇഷ്ടം ഐലൈനർ കൊണ്ട് എഴുതണതാണ് ഏറ്റവും ഇഷ്ടം. പിന്നെ യൂസ് ചെയ്യുന്നത് ഒരു കോമ്പാക്ട് പൗഡർ ആണ്. ഇതും മെബിലിന്റെ ഫിറ്റ്മി ആണ് കേട്ടോ. ഇതിലെ മോസ്റ്റ്ലി എല്ലാ പ്രോഡക്ട്സും എനിക്ക് സജസ്റ്റ് ചെയ്തിട്ടുള്ളതും വാങ്ങി തന്നിട്ടുള്ളതും എന്റെ സിസ്റ്റർ ആണ്. അപ്പോൾ എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരാണ് കേട്ടോ. അപ്പം ഇതും വളരെ കുറച്ച് ഇടുന്നുണ്ട് ഞാൻ. ഇതാണ് ഇതിനകത്തുള്ള ഒരു ഇത് കേട്ടോ. നമ്മൾ എന്തിടുമ്പോഴും കഴുത്തിലും ഇടണം കേട്ടോ മീനൂട്ടി. നമ്മൾ എന്തെങ്കിലും മേക്കപ്പ് ചെയ്യുമ്പോൾ നമ്മൾ കഴുത്തിലും മേക്കപ്പ് ചെയ്യണം കേട്ടോ. ഓക്കേ, ഇനി നമ്മൾ ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഐബ്രോസ് മീനൂട്ടിക്ക് വളരെ കുറവാണ് കേട്ടോ. കണ്ടോ, തീരെ ഇല്ല, ചെറിയ കുട്ടിയാണ്. അപ്പം ഇനി വരണം. ഞാൻ ഇപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് മിസ് ക്ലെയറിന്റെ ഐബ്രോ കേക്ക് ആണ് കേട്ടോ. ഇത് നിങ്ങൾ എന്റെ വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും. ഓക്കെ, ഞാൻ മീനൂട്ടിക്ക് ബ്ലാക്ക് ആണ് കേട്ടോ എടുക്കുന്നത്, ബ്രൗൺ അല്ല. ചെറിയ കുട്ടിയാണ്, അത് മാത്രമല്ല ബ്ലാക്ക് ആവുമ്പം കുറച്ചുകൂടെ അത് ഡിഫൈൻഡ് ആയിട്ട് കാണും, അതുകൊണ്ടാണ് കേട്ടോ. കണ്ടോ, രണ്ട് ഐബ്രോസും തമ്മിലുള്ള ഒരു ഡിഫറൻസ് കണ്ടോ? എഴുതിയപ്പോഴും എഴുതാത്തപ്പോഴും.
മീനുട്ടി മേക്കപ്പ് വീഡിയോസ് ഒക്കെ കാണാറുണ്ടോ? ആ, എവിടെയാ കാണാറ്? എന്തിലാ കാണാറ്? ഫോണില്. നേരെ ഇരുന്നേ. ഇനി നമ്മള് കണ്ണെഴുതാൻ പോവാണ് കേട്ടോ. കണ്ണെഴുതുമ്പം ഞാൻ അകത്ത് അധികം എഴുതുന്നില്ല. ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഡാസ്ലറിന്റെ ഒരു കൺമഷിയാണ് കേട്ടോ. ഐ ജെല്ലാണേ. കണ്ണ് തുറന്നേ മീനു. മീനൂട്ടിക്ക് കണ്ണ് എഴുതുന്നത് ഇഷ്ടമാണ് കേട്ടോ. വേദനയ്ക്കുണ്ടോ? അയ്യോ, കണ്ണ് തുറന്നേ. നമുക്കത് എരിയുന്നുണ്ടോ? എരിയുന്നുണ്ടാ? ഐലൈനർ എഴുതണോ മീനൂന്? അപ്പൊ മീനുട്ടിക്ക് ഞാൻ ചെറിയൊരു വിങ് വെച്ച് കൊടുത്തിട്ട് ഒരു ഐലൈനർ ഇടാം. ഇതും ഒരു മെബ്ലിന്റെ കൊളോസൽ കാജലാണ് കേട്ടോ. എന്താണ്? വാട്ടർ പ്രൂഫ് ആണെന്നൊക്കെ മീനുട്ടി ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ മീനുട്ടിക്ക് അത്യാവശ്യം മേക്കപ്പ് ഒക്കെ അറിയാം. വാട്ടർ പ്രൂഫ് ആണ് കേട്ടോ ഇത്. നല്ല ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ഐലൈനർ ആണ്. കണ്ണടച്ച മീനു തുറക്കരുതേ. ചെറിയൊരു വിങ് ഇടുന്നുണ്ട് കേട്ടോ മീനൂന്. ലൈറ്റായിട്ട്. ലൈറ്റ് മതി അല്ലേ? മീനുട്ടിക്ക് അതാണ് ഇഷ്ടം. കണ്ട, അവള് വേഗം ചോദിച്ചു വാട്ടർ പ്രൂഫ് ആണോ എന്നൊക്കെ. എനിക്കൊക്കെ സത്യം പറഞ്ഞാൽ എൻ്റെ ഒക്കെ ഈ ഒരു പ്രായത്തിൽ എനിക്ക് ഐലൈനർ പോയിട്ട് കൺമഷി പോലും അറിയില്ലായിരുന്നു. കൺമഷിയൊക്കെ അതും അമ്മയൊക്കെ ഇട്ടെന്നാൽ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇപ്പൊ കുട്ടികൾ അത് വാട്ടർ പ്രൂഫ് ആണോ സ്മഡ്ജ് പ്രൂഫ് ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ കുട്ടികളെല്ലാരും ഇപ്പൊ നല്ല എല്ലാത്തിനെ കുറിച്ചും അവയർനെസ് ഉള്ളതാണ്. ചെന്നൈശി ആ വെളിച്ചത്തിന് മാറി കാണത്തില്ല. ഓക്കെ, ഒന്ന് ഡ്രൈ ആവട്ടെ. ഞാൻ ചെറിയൊരു വിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് അടുത്തേക്ക് വന്ന മീനു. അപ്പൊ കാണാം. കണ്ണ് നേരെ തുറക്ക്. മതി, നേരെ നിൽക്ക്. ഓക്കെ, അപ്പൊ ഇനി ദിവ്യമ്മ ചെയ്യാൻ പോണത് ചെന്നൈച്ചി ഒരു നല്ല ഡ്രസ്സ് എടുത്ത് വെക്കണേ. ഇപ്പൊ എടുത്തു വെച്ചോ. ഇനി ദിവ്യമ്മ ഒരു പൊട്ട് തൊടാൻ പോവാണ് കേട്ടോ. അതും ഐലൈനറിൽ തന്നെയാണ് പൊട്ട് തൊടുന്നത്. കുറച്ച് ഡിസൈൻ ആയിട്ടൊരു എസ് പൊട്ട്. ഓക്കെ, എങ്ങനത്തെ പൊട്ടാ മീനു ഇഷ്ടം? പൂവിൻ്റെയോ? പൂവിൻ്റെ ദിവ്യമ്മയ്ക്ക് അറിയില്ല. ദിവ്യമ്മ ഒരു എസ് പൊട്ട് തൊട്ടിട്ട് പൂ പോലെ ആക്കാം. ഓക്കെ, ഒരു ഡിസൈൻ പൊട്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി മീനുട്ടിക്ക് ഏറ്റവും ഇഷ്ടം എന്താണ്? ഐലൈനർ അല്ലാണ്ട് പിന്നെ എന്താ ഇഷ്ടം? പിന്നെ നമ്മുടെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്ക് അല്ലേ? അപ്പം ഏത് കളറാണ് മീനു ഇഷ്ടം ലിപ്സ്റ്റിക്ക്? റോസ് ദിവ്യമേന അടുത്തില്ല. ഇത് ആദ്യം ഒരു എന്താ പറയാ ലിപ് ബാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ആക്കിയ അറിയാം. ഇതൊരു ലിപ് ബാം ആണ് കേട്ടോ. ഇത് സ്ട്രോബെറിയുടെ അവിടെ ആയില്ല. അവിടെ ആയില്ല. ഓക്കെ, നമ്മൾ എപ്പോഴും ലിപ്സ്റ്റിക്ക് ഇടുന്നതിന് മുമ്പായിട്ട് ഒരു ലിപ് ബാം നമ്മൾ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഞാൻ മീനുട്ടിക്ക് ഇന്ന് ഇട്ട് കൊടുക്കുന്നത് ഒരു ന്യൂഡ് ഷെയ്ഡാണ്. കാരണം ന്യൂഡ് വേണോ ഈ കളർ വേണോ ബർഗണ്ടി ഷെയ്ഡ് വേണോ? ഇത് മതിയോ? അപ്പൊ ആൾക്ക് ഇതാണ് വേണം കേട്ടോ, ന്യൂഡ് വേണ്ട. അപ്പം ഇത് ഏതായിരുന്നു? ഇതൊരു ബർഗണ്ടി ഷെയ്ഡാണ്. ലാക്മിയുടെ തന്നെ മറ്റേ ഗൺ ആണ് കേട്ടോ. ഇതെന്റെ സിസ്റ്റർ വാങ്ങിച്ചെന്നാണ് ആദ്യമേ പറയാം. മീനുട്ടിക്ക് ബ്രൈറ്റ് കളേഴ്സ് ആണ് ഇഷ്ടം. എൻ്റെ അടുത്തുള്ളത് മോസ്റ്റ്ലി ന്യൂഡാണ്. അപ്പം ഞാനിപ്പം ഇത് എൻ്റെ അടുത്ത് ആദ്യം ഉണ്ടായിരുന്ന ഒരു എന്താ പറയാ ലിപ്സ്റ്റിക്കാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ആളെ ചോദിച്ചപ്പം ഇതിട്ട് കൊടുക്കാന്ന് വിചാരിച്ചു. വാവ്, ഇഷ്ടപ്പെട്ടോ? അപ്പൊ നമ്മള് മോസ്റ്റ്ലി ഇനി എന്തെങ്കിലും വേണോ മീനിന്? ഇവിടെ ഒരു റോസ്, ഇവിടെ ഒരു കാപ്പി. അങ്ങനെ ആയോ? അത് സാധ്യത. അത് കുറച്ച് കഴിയുമ്പം അത് മിക്സ് ആകുമ്പോൾ റെഡി ആവും കേട്ടോ. ഇനി നമുക്ക് ഡ്രസ്സ് കൂടെ മാറ്റിയിട്ട് വരാം. അപ്പൊ നമ്മുടെ മെയിൻ ആയിട്ടുള്ള മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടോ മീനുട്ടിക്ക്? ഇഷ്ടപ്പെട്ടോ?
ഇഷ്ടപ്പെട്ടു. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്കിനി ഡ്രസ് കൂടെ ചേഞ്ച് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പൊ നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഈ കൈ മാറ്റി പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമ്മൾ റെഡി ആയിട്ടുണ്ട്. അപ്പൊ മീനുട്ടി പറഞ്ഞു മീനുട്ടിക്ക് ചന്ദനം കൂടെ തൊടണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ ശരി, കുറച്ച് ചന്ദനം കൂടെ തൊട്ട് കൊടുക്കാം. ആ ഇപ്പൊ മീനുട്ടി സുന്ദരിയായില്ലേ? ഓക്കെ, സുന്ദരിയായി അല്ലേ? ഇഷ്ടപ്പെട്ടോ മീനുട്ടിക്ക്? ഇനി നമുക്ക് മുടി ഒന്ന് കെട്ടി കൊടുക്കാം കേട്ടോ. മുടി ഇങ്ങനെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, മീനുട്ടിക്ക് കുറച്ച് മുടിയേ ഉള്ളൂ. എന്നാലും നമ്മള് എത്രയും കെട്ട് റെഡി ആയപ്പോ എന്ത് മുടി നല്ല കറുപ്പല്ലേ? എണ്ണയൊക്കെ തേച്ച്. ദിവ്യമ്മയുടെ മുടി പോലും കറുപ്പല്ല, ദിവ്യമ്മയുടെ മുടി പോലും ഉണ്ടല്ലോ ഒരുമാതിരി ചെമ്പൻ കളറാ അല്ലേ? പക്ഷെ മീനുട്ടിയുടെ നല്ല ചുവപ്പ് മുടിയാ അല്ലേ? വേണ്ട, ഇതിട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല. ശരണേച്ചി പോയി കുളിക്കേ. നമുക്ക് മാല അവളുടെ അമ്മ ഇവിടെ മേക്കപ്പ് നോക്കി നിൽക്കുകയാണ് കേട്ടോ. ഇപ്പൊ എങ്ങനെയുണ്ട്? സുന്ദരിയായോ? ഇഷ്ടപ്പെട്ടോ? അപ്പൊ പറഞ്ഞേ, എല്ലാരും ദിവ്യമ്മയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും ദിവ്യമ്മയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യണ്ടേ? കമന്റിൽ അറിയിക്കുക. മേക്കപ്പ് ഇഷ്ടപ്പെട്ടെങ്കിലും കമന്റിൽ അറിയിക്കണം അല്ലേ? ഓക്കെ. അപ്പൊ കുറച്ചൊന്ന് മാറി ദിവ്യൊന്നിരിക്കട്ടെ. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമന്റും ഒക്കെ ചെയ്യാം. തുടർന്ന് അങ്ങോട്ട് നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക. പിന്നെ മീനുട്ടിയെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. താങ്ക് യു പറഞ്ഞേ. താങ്ക് യു.